ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള സെന്റൻസുകൾ നോക്കട്ടെ. ഇതുപോലെയുള്ള സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഓക്സിലറി ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇതുപോലുള്ള സെന്റൻസുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ സെന്റൻസുകൾ പറയാനായിട്ട് പറ്റും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ് ആണല്ലോ നമ്മളുടേത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് സെന്റൻസുകൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവനാണ്. കോമൺ ആയിട്ട് പറയാം, മീൻസ് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേറൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഈ ഒരു സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ് ആക്കാം. അപ്പൊ ഈ സബ്ജക്റ്റ് മാറുന്ന സമയത്ത് ഓക്സിലറി മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വെർബ് മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അവൻ ബാങ്കിലേക്ക് പോവുകയാണ്. അല്ലേ, അവൻ ബാങ്കിലേക്ക് പോവുകയാണ്, ഓഫീസിലേക്ക് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അവൻ ബാങ്കിലേക്ക് പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു ദ ബാങ്ക്. ഹി ഈസ് ഗോയിങ് ടു ദ ബാങ്ക്. ഓക്കെ, അവൻ ബാങ്കിൽ പോയി. ഇവിടെ ബാങ്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അവൻ ബാങ്കിൽ പോയി, ഇത് വേറൊരു സിറ്റുവേഷൻ ആണല്ലോ, കഴിഞ്ഞ കാര്യമാണ്. സോ ഹി വെന്റ് ടു ദ ബാങ്ക്. അല്ലേ, ഹി വെന്റ് ടു ദ ബാങ്ക്. അപ്പം കഴിഞ്ഞ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വെർബിന് മാറ്റം വന്നല്ലോ. അവിടെ ഓക്സിലറി ഇല്ല, പക്ഷെ അവിടെ ഓക്സിലറി ഉണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ വെർബിന്റെ കൂടെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അവൻ ബാങ്കിലേക്ക് പോയി. ഹി വെന്റ് ടു ദ ബാങ്ക്. ഓക്കെ, അവൻ ബാങ്കിൽ പോയി വന്നതാണ്. അല്ലെ, അവൻ ബാങ്കിൽ പോയി വന്നതാണ്. എങ്ങനെ പറയാം? ഹി ഹാസ് ബീൻ ടു ദ ബാങ്ക്. എപ്പോഴും നമ്മൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നതാട്ടോ നല്ലത്. അപ്പം ഹി ഹാസ് ബീൻ ടു ദ ബാങ്ക്. അവൻ ബാങ്കിൽ പോയി തിരിച്ചു വന്നു, അല്ലെങ്കിൽ തിരിച്ചു വന്നതാണ്. ഓക്കെ, അവൻ ബാങ്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഡേ ഇപ്പൊ കഴിഞ്ഞ ഒരു അവസ്ഥയാണ് പറയുന്നത്. അവൻ ബാങ്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. എങ്ങനെ പറയാ? അവിടെയാണ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഹി ഹാസ് ജസ്റ്റ് കം ബാക്ക് ഫ്രം ദ ബാങ്ക്. ഹി ഹാസ് ജസ്റ്റ് കം ബാക്ക് ഫ്രം ദ ബാങ്ക്. ഓക്കെ, അവൻ ഇപ്പോൾ ബാങ്കിലേക്ക് പോകും. ഇത് ഏത് സിറ്റുവേഷനാ? അവൻ ഇപ്പോൾ ബാങ്കിലേക്ക് പോകും, വരാനിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഹി വിൽ ഗോ ടു ദ ബാങ്ക് നൗ. ഹി വിൽ ഗോ ടു ദ ബാങ്ക് നൗ. അവൻ ഇപ്പോൾ ബാങ്കിലേക്ക് പോകും. ബാങ്കിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഓഫീസ്, സ്കൂള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ, അങ്ങനെ ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അവൻ ബാങ്കിൽ പോകുമ്പോൾ ബസ് കിട്ടിയില്ല. കഴിഞ്ഞ കാര്യമാണ്. അവൻ ബാങ്കിൽ പോകുമ്പോൾ ബസ് കിട്ടിയില്ല. ഹേ ഡിഡ്ന്റ് ഗെറ്റ് എ ബസ്. അവന് ബസ് കിട്ടിയില്ല വൈൽ പോകുന്ന സമയത്ത് എന്നാണ്. വൈൽ ഗോയിങ് ടു ദ ബാങ്ക്. അവൻ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് അവന് ബസ് കിട്ടിയില്ല. ഓക്കെ, അവൻ 2 മണിക്കാണ് ബാങ്കിലേക്ക് പോയത്. അവൻ 2 മണിക്കാണ് ബാങ്കിലേക്ക് പോയത്. ഒരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹി വെന്റ് ടു ദ ബാങ്ക് at 2 o'clock. He went to the bank at 2 o'clock. Okay, അവന് 1 മണി ആകുമ്പോഴേക്കും ബാങ്കിൽ എത്തണം. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ബാങ്ക് അടയ്ക്കും, അല്ലെങ്കിൽ ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവന് 1 മണി ആകുമ്പോഴേക്കും ബാങ്കിൽ എത്തണം. ആകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് he has to reach the bank by 1 o'clock. അവിടെ ബൈ ആണ് നമ്മൾ യൂസ് ചെയ്ത് അല്ലെ. ഫസ്റ്റ് നമ്മൾ 2 മണിക്ക് എന്ന് പറഞ്ഞ കൃത്യസമയം പറഞ്ഞപ്പം അറ്റ് യൂസ് ചെയ്തെങ്കിൽ 1 മണി ആകുമ്പോഴേക്കും അവന് ബാങ്കിൽ എത്തണം എന്ന് പറയുമ്പോൾ ഇവിടെ നിർബന്ധമാണ്. നമുക്ക് ഹാവ് ടു, ഹാസ് ടു ഒക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണിത്. he has to reach the bank by 1 o'clock. ഓക്കെ, അവന് രാവിലെ 7 മണിക്ക് ബാങ്കിൽ പോകണം. അവന് രാവിലെ 7 മണിക്ക് ബാങ്കിൽ പോകണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു സമയമാണ് അല്ലേ. ഹി ഹാസ് ടു ഗോ ടു ദ ബാങ്ക്. ഇവിടെയും ഹാസ് ടു ആണ് യൂസ് ചെയ്തത്, കാരണം നിർബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഹി ഹാസ് ടു, ഇവിടെ ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് കേട്ടോ ഹാസ് ടു യൂസ് ചെയ്തത്. പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് ടു യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് മൊത്തം ഹി ആണ് അല്ലെ, സിംഗുലർ ആണ്. ഇനി ഇവിടെയൊക്കെ നമ്മുടെ പ്ലൂറലായി വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് കേട്ടോ. ഓക്കെ, ഹി ഹാസ് ടു ഗോ ടു ദ ബാങ്ക് at 7 AM. He has to go to the bank at 7 AM. അവൻക്ക് രാവിലെ 7 മണിക്ക് ബാങ്കിലെത്തണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്, അവൻ ബാങ്കിൽ പോയോ? അവൻ ബാങ്കിൽ പോയോ? Did he go to the bank? Did he go to the bank? സിമ്പിൾ ആണല്ലോ. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അവൻ ബാങ്കിലേക്ക് പോകുന്നുണ്ടോ?
അല്ലേ? പോകുന്നുണ്ടോ എന്നാണ്. നേരത്തെ പോയോ എന്നാണ്, പാസ്റ്റ് ആണ്. ഇപ്പൊ ചോദിക്കുന്നത് അവൻ ബാങ്കിലേക്ക് പോകുന്നുണ്ടോ. കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും ഒക്കെയാണ് ഈ സെന്റൻസുകൾ. നിങ്ങൾ ഇത് പരമാവധി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാട്ടോ. അതിന്റെ റൂള് പഠിച്ചു വെക്കണം. അത് നമുക്ക് അവസാനം പറയാം. അവൻ ബാങ്കിലേക്ക് പോകുന്നുണ്ടോ. ഈസ് ഹി ഗോയിങ് ടു ദ ബാങ്ക്. ഈസ് ഹി ഗോയിങ് ടു ദ ബാങ്ക്. ഇപ്പൊ പോകുന്നുണ്ടോ എന്നുള്ള ഓൺ ദ സ്പോട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഹി ഗോയിങ് ടു ദ ബാങ്ക്. അവൻ ബാങ്കിലേക്ക് പോകുന്നുണ്ടോ. ഓക്കെ, അവൻ ബാങ്കിലേക്ക് പോകുമോ. അവൻ ബാങ്കിലേക്ക് പോകുമോ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, നേരത്തെ ഫസ്റ്റ് നമ്മൾ പോയോ കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് കഴിഞ്ഞ് പറയുന്നത് നമ്മളിപ്പം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കണ്ടിന്യൂസിൽ, അതായത് ഓൺ ദ സ്പോട്ടിൽ. പിന്നെ ചോദിക്കുന്നത് അവൻ ബാങ്കിലേക്ക് പോകുമോ, വരാനുള്ള ഒരു കാര്യമാണ്. വിൽ ഹി ഗോ ടു ദ ബാങ്ക്. വിൽ ഹി ഗോ ടു ദ ബാങ്ക്. അവൻ ബാങ്കിലേക്ക് പോകുമോ. വേറൊരു സിറ്റുവേഷൻ ആണ്. അവൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും അവൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടോ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഹാസ് ഹി ഗോൺ ടു ദ ബാങ്ക്. ഹാസ് ഹി ഗോൺ ടു ദ ബാങ്ക്. അവൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടോ. ഓക്കെ, അവൻ എങ്ങനെ ബാങ്കിൽ പോയി, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. അവൻ എങ്ങനെ ബാങ്കിൽ പോയി, അല്ലേ? ബസ്സിലാണോ, നടന്നിട്ടാണോ, ബൈക്കിലാണോ, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അവൻ എങ്ങനെ ബാങ്കിൽ പോയി, കഴിഞ്ഞ കാര്യമാണ്. ഹൗ ഡിഡ് ഹി ഗോ ടു ദ ബാങ്ക്. ഹൗ ഡിഡ് ഹി ഗോ ടു ദ ബാങ്ക്. അവൻ എങ്ങനെ ബാങ്കിൽ പോയി. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വളരെ കോമൺ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്. 2 സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ റൂൾ പറഞ്ഞു തരാം കേട്ടോ. അവൻ ഇപ്പോൾ ബാങ്കിലാണോ. അവൻ ഇപ്പോൾ ബാങ്കിലാണോ എങ്ങനെ ചോദിക്കും. ഇത് ക്വസ്റ്റ്യൻ ആണ്. അവൻ ഇപ്പോൾ ബാങ്കിലാണോ, അതായത് അവൻ ഇപ്പോൾ ബാങ്കിലുണ്ടോ എന്നുള്ള ഓൺ ദ സ്പോട്ടിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു ആൻസർ പറയാണ്, അവൻ ഇപ്പോൾ ബാങ്കിലാണ്. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഇപ്പോ നമ്മൾ എടുത്തിട്ടുള്ള സബ്ജക്ട് എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ഒരേ സബ്ജക്ട് തന്നെ എടുത്തത്. ഹി എന്നുള്ള സിംഗിൾ സബ്ജക്റ്റ് ആണ് അല്ലെ. ഇതിന്റെ പാറ്റേണിൽ വരുന്നതാണ് ഷീ, ഇറ്റ്, ഒരു നെയിം, ഇതൊക്കെയുള്ളത്. അപ്പോ ഈ ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സിനും ഒക്കെ നമ്മൾ ഈസ് എന്ന് യൂസ് ചെയ്യും അല്ലെ. ഈസ് യൂസ് ചെയ്യും. ഇനി അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ, തിരിച്ചു വന്നിട്ടുണ്ടോ, എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഈ ുണ്ടോ എന്ന്, അതായത് ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെയ്ത് ആ ഉടനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് യൂസ്, ഇപ്പൊ ഹാസ് ടു അല്ലെങ്കിൽ ഹാസ് ഗോൺ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. എന്നാൽ അത് പ്ലൂറൽ ആയിട്ടാണെങ്കിൽ, അതായത് പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഐ, യു, വി, ദേ, ഒന്നിൽ കൂടുതൽ നെയിമുകളൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഹാവ് ടു യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഹാവ് ടു യൂസ് ചെയ്യും. ഇങ്ങനെ പറയാം. ഇനി നമ്മൾ പാസ്റ്റിൽ പറഞ്ഞല്ലോ, അവൻ പോയി, അവൻ ഇപ്പോൾ ബാങ്കിൽ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് പാസ്റ്റ് ആണല്ലോ. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വെർബാണ് പിന്നെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു ഓക്സിലറീസ് ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ ഓക്സിലറി നമ്മളെ വെർബിനകത്തുണ്ടെന്നും പറഞ്ഞു അല്ലെ. അപ്പൊ ഈ വെർബിനകത്തുള്ളത് ആണ് നമ്മൾ ഈ വെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗോയുടെ പാസ്റ്റ് ആണല്ലോ വെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വെന്റിനകത്ത് നമ്മുടെ ഓക്സിലറി കിടപ്പുണ്ട്. അപ്പൊ അതായത് ഗോയും ഡിഡും കൂടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരുപാട് അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഗോയുടെ V2 എന്ന് പറയുന്നത് വെന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വെർബുകൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ പുതിയ ചാനൽ വെർബ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ ഫോമും ഏതിന്റെ കൂടെ ആഡ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വെർബ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഞാനൊരു വെർബിന്റെ ക്ലാസ് ഇതിന്റെ താഴെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാട്ടോ. പിന്നെ പറയുന്നത് വരാനുള്ള കാര്യമാണ്. ഒരു പാസ്റ്റില് നമ്മൾ വെർബിന് ഒരു മാറ്റൂല, ഓക്സിലറി മാറ്റില്ല. അത് സബ്ജക്റ്റ് ഏതായാലും ഒരേ പാറ്റേൺ ആണ് കേട്ടോ. അപ്പം ഷീ വെന്റ് ആണ്, ഷീ വെന്റ്. ഇനി അവർ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും ദേ വെന്റ് എന്ന് തന്നെ പറയൂ, ഒരു മാറ്റൂല കേട്ടോ. ഓക്സിലറി ആയാലും വെർബിനായാലും സെയിം ആണ്. അതുപോലെ തന്നെയാണ് വരാനുള്ള കാര്യത്തിലും. ഇപ്പം ഹി വിൽ എന്ന് പറഞ്ഞു,
വരാനുള്ള ഒരു കാര്യത്തിൽ അല്ലെ, വിൽ ഹി എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദേ വിൽ അല്ലെങ്കിൽ ഐ വിൽ, ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ ചില സിറ്റുവേഷനിൽ മാത്രം, അതായത് പ്രസന്റ് കണ്ടിന്യൂസില്, സിമ്പിൾ പ്രസന്റില്, പ്രസന്റ് പെർഫെക്റ്റില്, ഇതിലൊക്കെയാണ് നമുക്ക് സബ്ജക്റ്റ് വരുന്നതിനനുസരിച്ചുള്ള ഓക്സിലറിയും വെർബുകളും മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.